ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക് ഡൈപോള് അതിൻ്റെ ഇക്വിറ്റോറിയൽ പോയിന്റ് ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ ഇക്വേഷന് ഡെറിവേഷനാണ്. നേരത്തെ തൊട്ടടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇതേ ഡൈപോള് അതിൻ്റെ ആക്സിയൽ പോയിന്റ് ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ ഡെറിവേഷൻ ആയിരുന്നു. ഓക്കെ, ശരി. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഡൈപോൾ വന്നിട്ടുണ്ട് വിത്ത് ചാർജസ് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ 2a. രണ്ട് ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a ആണ്. ഓക്കെ, നമുക്ക് പി എന്നൊരു പോയിന്റ് തരുന്നുണ്ട്. ഈ പോയിന്റ് ഉള്ളത് ഈ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയാണ് പി എന്ന പോയിന്റ് ഉള്ളത്. ഇറ്റ് മീൻസ് പി ഈസ് അറ്റ് എ perpendicular distance of r from the center of the dipole. Okay, then we have to derive an expression for electric field intensity at the point P due to this dipole. Okay, അപ്പോൾ പി എന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ ഇവിടെ പി എന്ന പോയിന്റിൽ ഈ രണ്ട് ചാർജസ് പ്ലസ് ക്യൂ എന്ന ചാർജും ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ മൈനസ് ക്യൂ എന്ന ചാർജും ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പി എന്ന പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെയും മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെയും വെക്റ്റർ സമായിരിക്കും പി എന്ന പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. ഓക്കെ, ഈ പി എന്ന പോയിന്റിൽ പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഫീൽഡ് എങ്ങോട്ടാന്ന് നോക്കാം. പി എന്ന പോയിന്റിൽ പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഫീൽഡ് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഈ പി എന്ന പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് മുകളിൽ ഈ പ്ലസ് ക്യൂ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഏതായിരിക്കുമോ അതായിരിക്കും ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ്. പി എന്ന പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലസ് ക്യൂ എന്താ ചെയ്യാൻ റിപ്പൽ ചെയ്യും. എങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും? ഈ ഡയറക്ഷനിൽ റിപ്പൽ ചെയ്യും. ഓക്കെ, സോ this will be the direction of the electric field intensity at the point P due to the charge plus Q, and this field is denoted as E plus. E plus എടുക്കാൻ നമുക്ക് ഇവിടെ E plus Q എന്ന് എടുത്തിട്ടുണ്ട്, എന്തായാലും കുഴപ്പമില്ല. ക്ലിയർ? അതേപോലെ മൈനസ് ക്യൂ ഉണ്ടാക്കുന്നത് ഇവിടെ നമ്മൾ പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഈ മൈനസ് ക്യൂ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും ഈ ഡയറക്ഷനിൽ, അല്ലേ? അപ്പോൾ ഫീൽഡ് സ്ട്രെങ്തിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? അത് ഇങ്ങോട്ടേക്കായിരിക്കും. ശരിയാണല്ലോ? ആ ഫീൽഡിൽ നമുക്ക് ഇൻറ്റൻസിറ്റി നമുക്ക് എന്തെടുക്കാം? ഈ മൈനസ് എടുക്കാം. സോ ദ ടോട്ടൽ ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് ദ പോയിന്റ് പി വിൽ ബി ദ വെക്റ്റർ സം ഓഫ് ദി ഇ പ്ലസ് ആൻഡ് ഇ മൈനസ്. അതിൻ്റെ വെക്റ്റർ സം ആയിരിക്കുമല്ലോ. ക്ലിയർ? ഇനി ഈ ഇ പ്ലസും ഇ മൈനസും നമ്മൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ചെയ്യണമെങ്കിൽ സാറ് നമുക്ക് തന്നിട്ടുണ്ടാവുക ഈ പ്ലസ് ക്യൂ തന്നിട്ടുണ്ടാവും, മൈനസ് ക്യൂ തന്നിട്ടുണ്ടാവും, ടോട്ടൽ ഡിസ്റ്റൻസ് 2a തന്നിട്ടുണ്ടാവും, ഈ ഡിസ്റ്റൻസ് 6 തന്നിട്ടുണ്ടാവും. ഞാൻ ഒരു എക്സ്ട്രാ കാര്യം കൂടി എടുക്കുവാണ്. ഈ പ്ലസ് ക്യൂവും ഈ പിയും തമ്മിൽ ഡിസ്റ്റൻസ് നമുക്ക് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ മൈനസ് ക്യൂവും പിയും തമ്മിൽ ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. കാരണം പി ഇതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ദൂരത്തിലാണല്ലോ, 6 ഡിസ്റ്റൻസ് ആണല്ലോ. ഓക്കെ, രണ്ട് ഡിസ്റ്റൻസ് എന്തായിരിക്കാം? എക്സ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാലോ, ദ ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് at P due to the positive charge E plus is equal to എങ്ങനെ മാറ്റാം? E plus is equal to എന്താ കിട്ടുക? E plus is equal to ഡയഗ്രം 3 plus Q എന്നുള്ളത് ഞാൻ E plus മാത്രമേ എടുക്കുന്നുള്ളൂ. E plus is equal to 1/4π∁0 ചാർജ് Q ആണ് ഡിവൈഡ് ബൈ ആ ദൂരം എത്രയാണ്? X ആണ്. സോ x². ശരിയല്ലേ? ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുന്നുള്ളൂ. ഡയറക്ഷൻ നമുക്ക് വേണമെങ്കിൽ അതിൽ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അങ്ങോട്ട് പറയാം, പിന്നെ പറയാം. ഇനി അതേപോലെ ആ മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ഫീൽഡ് ഈ മൈനസ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? ഈസ് ഈക്വൽ ടു 1/4π∁0. വീണ്ടും മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഞാൻ ക്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ, മൈനസ് ക്യൂ എടുക്കുന്നില്ല. ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എക്സ് ആയതുകൊണ്ട് x² ആണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം ക്ലിയർ ആണ്. ഈ രണ്ട് ചാർജുകളും ഉണ്ടാക്കുന്ന ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, 1/4π∁0 ഇവിടെ ഏതാണ്? ഇത് അതാണ് അല്ലേ? ക്യൂ രണ്ടും സെയിം ആണ്, എക്സും സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഇ പ്ലസിൻ്റെയും ഇ മൈനസിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ക്ലിയർ? അതുകൊണ്ട് തന്നെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ലെങ്ത്തും ഈ ലെങ്ത്തും അതേപോലെ ഈ ലെങ്ത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം.
ശരിയാണല്ലോ. ഇനി ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ആംഗിൾ കൂടെ തന്നിട്ടുണ്ട്, ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ ഞാനിവിടെ വരച്ചിട്ടുള്ളത് ഇത് ഇ പ്ലസ് ആണ്, ഇത് ഇ മൈനസ് ആണ്. ആംഗിൾ കാര്യം നിൽക്കട്ടെ പറയാം. ശ്രദ്ധിക്കുക, ഇവിടെ ഇത് ഇ പ്ലസ് ആണ്, ഇത് ഇ മൈനസ് ആണ്. അങ്ങനെയാണ് റിസൾട്ടൻ്റ് കാണണമെങ്കിൽ നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ ഡിഷ് യൂസ് ചെയ്യാം. അങ്ങനെ പാരലോഗ്രാം ലോ വെക്ടർ ഡിഷ് യൂസ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് ആണ് ഈ സെൻറ്ററിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടിനാണ് നമ്മൾ ഇ എന്ന പോയിന്റ്, ഇ എന്ന ഇലക്ട്രോൺ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഈ നിങ്ങളെ ഈ ഡയറക്ഷൻ ഉണ്ടാകുന്ന ആംഗിള്, ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ലൈൻസ് ഒക്കെ എന്താണ്? ഈ രണ്ട് ലൈൻസും പാരലൽ ലൈൻസ് ആണ്. ഈ ആംഗിൾ എന്താണ്? തീറ്റയാണ്. ക്ലിയർ ആണല്ലോ. ഇത് പല വിധത്തിലും ചെയ്യാം. നമുക്ക് റിസൾട്ട് ഇൻറ്റൻസിറ്റി കാണാൻ നമുക്ക് പല വിധത്തിലും സോൾവ് ചെയ്യാം. ഒന്ന് വേണമെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ ഡിഷിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ വെക്ടർ റെസൊല്യൂഷൻ മെത്തേഡ് സോൾവ് ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വെക്ടർ റെസൊല്യൂഷൻ മെത്തേഡാണ് കൊടുത്തുള്ളത്, അവിടെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ഡയഗ്രം ക്ലിയർ ആണല്ലോ. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് ഇവിടുന്ന് ഈ രണ്ട് ലെറ്ററിൽ നമുക്ക് ഉള്ള കൺക്ലൂഷൻ ഇതാണ്. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം. മീൻസ് ഇ പ്ലസ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ പ്ലസ് ഈസ് ഈക്വൽ ടു എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ മൈനസ് എന്നാണ് അല്ലേ? ശരി, നിൽക്കട്ടെ. ഇനി ശ്രദ്ധിച്ചോളേ, ഞാൻ ഇതിനെ മാറ്റി വരക്കുവാണ്. ഇതാണ് നമ്മളെ ഈ ഇ പ്ലസിൻ്റെ ഡയറക്ഷൻ. ശ്രദ്ധിച്ചോ, ഇതാണ് ഇ പ്ലസ്. ഇങ്ങോട്ടല്ലേ ഇ പ്ലസ് ആക്ട് ചെയ്യുന്നത് അല്ലേ? അതിൻ്റെ ഡയറക്ഷൻ പറയാൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാലോ? ഇത് നിങ്ങളെ എക്സ് ആക്സ് ആണ്, ഇത് വൈ ആക്സ് ആണ്. വൈ ആക്സ് ആണ്. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിള് തീറ്റയാന്ന് കണ്ടിട്ടല്ലേ? ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇതിനെ റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റിസോൾവ് ചെയ്യണമെങ്കിൽ റെക്ടാങ്കുലർ കമ്പോണൻസ് പഠിച്ച ഓർമ്മയില്ലേ ഫസ്റ്റ് ഇയറിൽ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഹെഡിൽ നിന്ന് we have to drop a normal on the x-axis. Let it meet at the point, okay, we can call it as n or something. Okay, now this component, that means this component, this is a component of E along the x-axis. അല്ലേ? അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. എന്തായിരിക്കും അത്? ഓർമ്മയില്ലേ? എൻ്റെ കോമ്പണൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ്സ് ഈക്വൽ ടു കിട്ടുന്നത് പഠിച്ചിട്ടുണ്ടോ? ക്ലോസ് സൈഡിൻ്റെ അടുത്ത് വരുന്ന കോമ്പണൻറ്റ് എന്തായിരിക്കും? എപ്പോഴും ഈ കോസ് തീറ്റ ആയിരിക്കും അല്ലേ? ശരി, അപ്പോൾ കിട്ടുന്ന കോമ്പണൻറ്റ് എന്താണ്? അത് ഈ കോസ് തീറ്റയാണ്. സോ ഓക്കെ, നമുക്കിവിടെ ഇറ്റ്സ് ഈക്വൽ ടു ഈ കോസ് തീറ്റയാണ്. അതേപോലെ the component acting along y-axis എന്താ കിട്ടുക? ഇവിടുന്ന് ഒരു നോർമൽ, we have to drop a normal along on the y-axis. Now this component, blue colored one, this component എന്തായിരിക്കും? അത് സൈൻ കോമ്പണന്റ് ആയിരിക്കും. സോ ഇറ്റ്സ് ബി ഈക്വൽ ടു എന്താ കിട്ടുന്നത്? ഇ പ്ലസ് സൈൻ തീറ്റ കിട്ടും. ഇവിടെ കിട്ടിയത് ഇ പ്ലസ് കോസ് തീറ്റ ആയിരുന്നു അല്ലേ? ഇതൊക്കെയാണ് ഈ ഇ പ്ലസിൻ്റെ രണ്ട് കോമ്പണൻറ്റ്സ്, രണ്ട് റെക്ടാങ്കുലർ കോമ്പണൻറ്റ്സ് എക്സ് എക്സ് വൈ എക്സ്. ശരിയാണല്ലോ. ഇനി അതേപോലെ നമുക്ക് ഈ മൈനസ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് രണ്ട് കഷ്ണങ്ങളാക്കി സ്പ്ലിറ്റ് ചെയ്യാലോ. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. വീണ്ടും നമ്മളെ ആക്സസ് ആണിത്. ഇങ്ങോട്ടാണ് നമ്മുടെ ഇ മൈനസ് ആക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ മൈനസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണിക്കാൻ പറ്റും ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രണ്ട് കോമ്പണൻറ്റ് എന്തൊക്കെയായിരിക്കും? ഒന്ന് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്. ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന കോമ്പണൻറ്റ് അത് ഇ മൈനസ് കോസ് തീറ്റ ആയിരിക്കും. ആൻഡ് ദ വെർട്ടിക്കൽ കോമ്പണൻറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യുക? നേരെ ഡൗൺവേർഡ് ആണ് അല്ലേ? ഡൗൺവേർഡ് ആണ്. അത് എന്തായിരിക്കും? അത് ഇ മൈനസ് സൈൻ തീറ്റ ആയിരിക്കും. ഇതൊക്കെയാണ് ഇനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന കോമ്പണൻറ്റ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് നമ്മൾ എങ്ങനെയാണ് കാണുക? റിസൾട്ടൻ്റ് കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്? റിസൾട്ട് കാണുമ്പോൾ നമുക്ക് മുകളിലേക്ക് ആരുണ്ട്? ഒരു ഇ പ്ലസ് സൈൻ തീറ്റ ഉണ്ട്. താഴേക്ക് നമുക്ക് എന്തുണ്ട്? അതേ ലൈനിൽ താഴേക്ക് ആരുണ്ട്? ഒരു ഇ മൈനസ് സൈൻ തീറ്റ ഉണ്ട്. പിന്നെ ഹൊറിസോണ്ടൽ ഡിറക്ഷനിൽ നേരത്തെ കിട്ടിയ ഹൊറിസോണ്ടൽ ഡിറക്ഷനിൽ വരുന്ന കോമ്പണൻറ്റ് എന്തായിരുന്നു? അത് ഇ പ്ലസ് കോസ് തീറ്റ കിട്ടി. പിന്നെ രണ്ടാമത്തെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്താണ്?
അത് ഇ മൈനസ് കോസ് തീറ്റ കിട്ടി. ക്ലിയർ? ഇനി ശ്രദ്ധിച്ചോളേ, ഇവിടെ നമുക്ക് ഈ ഇ പ്ലസിൻ്റെ വാല്യൂവും ഇ മൈനസിൻ്റെ മാഗ്നിറ്റ്യൂഡും രണ്ടും ഈക്വലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇ പ്ലസ് സൈൻ തീറ്റയും ഇ മൈനസ് സൈൻ തീറ്റയും രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ദീസ് ടു വെക്ടേഴ്സ് ഇ പ്ലസ് സൈൻ തീറ്റ ആൻഡ് ഇ മൈനസ് സൈൻ തീറ്റ, these vectors are equal and opposite, so they will cancel each other. എന്ന് പറഞ്ഞാൽ ആരുണ്ടാവില്ല, ഈ രണ്ടുപേരും കൂടി എന്ത് ചെയ്യും? ക്യാൻസൽ ആയി. ക്ലിയർ? അത് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആര് മാത്രമേ ഉള്ളൂ? രണ്ട് കോമ്പണൻസ് മാത്രമേ ഉള്ളൂ. വൺ ഈസ് ഇ പ്ലസ് കോസ് തീറ്റ ആൻഡ് വൺ ഈസ് ഇ മൈനസ് കോസ് തീറ്റ. ഓക്കെ, സോ ദ ടോട്ടൽ ഫീൽഡ് സ്ട്രെങ്ത് ഇ ഈസ് ഈക്വൽ ടു, ഇങ്ങനെ മാറ്റി എഴുതാലോ, ഇ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? അത് മാഗ്നിറ്റ്യൂഡ് എടുക്കുവാണെങ്കിൽ ഈ രണ്ടിൻ്റെ വെക്ടർ സമമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു ഇ പ്ലസ് കോസ് തീറ്റ പ്ലസ് എന്ത് വരും? ഇ മൈനസ് കോസ് തീറ്റ. അതായിരിക്കുമല്ലോ വെക്ടർ സം. ഓക്കെ, ശരി. ഒരു കാര്യം കൂടെ, നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുകയാണ്. ഇ പ്ലസും ഇ മൈനസും രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് ഇവിടെ ഇ മൈനസ് എഴുതുന്ന പകരം നമുക്കിവിടെ എന്ത് എഴുതിയാൽ മതി? ഇവിടെ ഇ മൈനസ് എഴുതേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നമുക്ക് ഇ പ്ലസ് എന്ന് എഴുതിയാൽ മതി. ശരിയല്ലേ? സോ ഇറ്റ്സ് ഈക്വൽ ടു ഇ പ്ലസ് കോസ് തീറ്റ പ്ലസ് ഇ പ്ലസ് കോസ് തീറ്റ. ഇ പ്ലസ് കോസ് തീറ്റ പ്ലസ് ഇ പ്ലസ് കോസ് തീറ്റ മീൻസ് 2e പ്ലസ് കോസ് തീറ്റ. ക്ലിയർ? അപ്പോൾ എന്ത് കിട്ടി? ദാറ്റ്സ് ഈക്വൽ ടു 2e പ്ലസ് കോസ് തീറ്റ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഈ ഇ പ്ലസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ട് നമ്മൾ 1/4πε0 q ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ആണ്. ഈ ഒരു കാര്യം കൂടെ, ഇവിടെ കാണുന്ന ഡയഗ്രം ഇല്ലേ, നമ്മൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഈ ട്രയാങ്കിളിൻ്റെ നമ്മളെടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൽ ഇതിലെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്തിൻ്റെ ഹാഫാണ് എന്ന് പറഞ്ഞാൽ അത്രയാണ്, എ ആണ്. അതുകൊണ്ട് നമ്മൾ 2a ടോട്ടൽ ലെങ്ത് 2a എടുക്കാൻ കാരണം, ഇപ്പം ഹാഫ് എടുക്കുമ്പോൾ നേരെ പകുതി എടുക്കാൻ വളരെ സൗകര്യമായി അല്ലേ? പിന്നെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഇവിടെ എന്ത് കിട്ടും? നമുക്കിവിടെ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാമല്ലോ അല്ലേ? ഇവിടെ ഇങ്ങനെ കിട്ടും നമുക്ക് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഫോർ എക്സ് ഈസ് ഈക്വൽ എന്ത് കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനായി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് എങ്ങനെ മാറി? ദാറ്റ്സ് ഈക്വൽ ടു 1/4πε0 q ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനായി മാറും. കാരണം എക്സ് സ്ക്വയർ ഉണ്ടല്ലോ, സ്ക്വയർ വരുമ്പോൾ ഈ റൂട്ട് അങ്ങ് പോയി. അതാണ് നമ്മളിവിടെ എഴുതിയില്ല. ഈ പ്ലസ് ഈസ് ഈക്വൽ ടു 1/4πε0 q ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. പിന്നെ q മൈനസ് ഇ മൈനസ് നോക്കിയാലും അത് തന്നെയായിരിക്കും മാഗ്നിറ്റ്യൂഡ്. ക്ലിയർ ആണല്ലോ? റൈറ്റ്. ശ്രദ്ധിച്ചോ? അപ്പോൾ ഇതിൽ നമുക്കിനി പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. കിട്ടിയത് ഇതൊക്കെയാണ്. രണ്ട് കമ്പണൻസ് കിട്ടി. ഇ പ്ലസ് സൈൻ തീറ്റയും ഇ മൈനസ് സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ഉണ്ടായിരുന്നത് ഇ മൈനസ് കോസ് തീറ്റയും ഇ പ്ലസ് കോസ് തീറ്റയും രണ്ടും നമ്മൾ ആഡ് ചെയ്തപ്പോൾ 2e പ്ലസ് കോസ് തീറ്റ കിട്ടി. ഓക്കെ, റൈറ്റ്. ശരി, അപ്പോൾ അതാണ് നമ്മളോട് മാറ്റി എഴുതിയുള്ളത്. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഇ പ്ലസ് എന്ത് വന്നു? ഇ മൈനസ് വന്നു. നമുക്ക് അറിയാം ഇവിടെ ഇ പ്ലസും ഇ മൈനസും രണ്ടും എന്താണ്? നമുക്ക് അവിടെ ഈക്വൽ ആണെന്നറിയാം. ഓക്കെ, ശരിയാണല്ലോ? അപ്പം ഞാനത് വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് കൊണ്ട് മാറ്റി എഴുതാം. നമുക്ക് കിട്ടിയുള്ളത് എങ്ങനെയാണ്? റിസൾട്ടൻ്റ് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു കിട്ടിയത് എങ്ങനെയാണ്? ഇറ്റ്സ് ഈക്വൽ ടു 2e പ്ലസ് എന്ത് വന്നു? കോസ് തീറ്റ. ശരിയല്ലേ? ഇറ്റ്സ് ഈക്വൽ 2 ഇൻറ്റു ഇ പ്ലസ് നമുക്ക് തൊട്ട മുന്നിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ഇ പ്ലസ് കിട്ടിയത്? ഇ പ്ലസ് ഈസ് ഈക്വൽ ടു 1/4πε0 q ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എന്ത് വന്നു? കോസ് തീറ്റ. ഇക്വേഷൻ നമ്പർ 1 എടുത്തു. തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡിവൈഡ് ബൈ എന്ത് കിട്ടും? എക്സ് എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ എനിക്ക് ഇങ്ങനെ മാറ്റി എഴുതാലോ. ദാറ്റ് മീൻസ് cos theta is equal to എന്താ വരുന്നത്? cos theta is equal to
അഡ്ജസൻറ്റ് സൈഡ് എന്തായിരുന്നു വന്നത് എ അല്ലേ, ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് വന്നത് എക്സ് ആയിരുന്നു. എക്സ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, സോ എ ഡിവൈഡ് ബൈ എന്തായിരുന്നു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായിരുന്നു, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സോ എക്സ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ശരിയാണല്ലോ. നമുക്ക് എക്സ് സ്ക്വയറിന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു, റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. റൂട്ടിൻ്റെ പകരം എനിക്ക് വേണമെങ്കിൽ 1/2 എന്ന് എഴുതാമല്ലോ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ 1 എങ്ങനെ മാറും, സോ ഇക്വേഷൻ 1 ബിക്കം സി ഈസ് ഈക്വൽ ടു കിട്ടിയത് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം എന്ത് കിട്ടി, എ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റൈസ് ടു 1/2. ക്ലിയർ? എന്നിട്ട് നമുക്ക് മാറ്റി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് ഇ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പിന്നെ ക്യൂയും എയും ഉണ്ടല്ലേ, ക്യൂ ഉണ്ട് എ ഉണ്ട്, പിന്നെ എന്നുള്ളത് താഴെ 4πε0 ഉണ്ട്, പിന്നെ എന്താ ബാക്കി എടുക്കുന്നത് 1 ഡിവൈഡ് ബൈ ശ്രദ്ധിക്കണേ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ ചെയ്യുക ഇറ്റ്സ് ഈക്വൽ ടു ഇത് കിട്ടും ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റൈസ് ടു 1 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 3/2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ഒന്ന് നമുക്ക് ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാലോ ഇങ്ങനെ എഴുതാലോ, ഒരുമിച്ചെടുക്കാലോ. എന്താ ഈ ക്യൂ ഇൻറ്റു 2a എന്ന് പറഞ്ഞ ടേമില്ലേ, അതിന് ഈക്വലാണ് ക്യൂ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു പി ആണല്ലേ. സോ ഇക്വേഷൻ എങ്ങനെ കിട്ടും, ദാറ്റ് മീൻസ് ഇ ഈസ് ഈക്വൽ ടു എന്ത് വന്നു, ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 1/4πε0 ക്യൂ ഇൻറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം, പി എന്നെടുക്കാം, ഡിവൈഡ് ബൈ എന്ത് വരുന്നു, ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റൈസ് ടു 3/2. ക്ലിയർ? ഇത് ഒന്നുകൂടി നമുക്ക് പണ്ട് പഠിച്ച ഒരു അസംഷൻ കൂടെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഈ ആർ സ്ക്വയറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആറിൻ്റെ വാല്യൂ എൻ്റെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണ് എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ഈസ് വെരി മച്ച് ബിഗർ ദാൻ എ സ്ക്വയർ. സോ എ സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അങ്ങനെയാണെങ്കിൽ ഈ ടേം എന്തായിട്ട് മാറും, എ സ്ക്വയർ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ എന്ത് മാത്രമേ ബാക്കിയുണ്ടാവും, അങ്ങനെയാണെങ്കിൽ സോ ഇറ്റ്സ് വിൽ ബി ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് അല്ലേ. സോ ആർ സ്ക്വയർ ഓർഡർ വെച്ച് 3/2 എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറും അല്ലേ ഇതും പിന്നെ ഈ 2 കൂടെ എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും. ശരിയല്ലേ? ബാക്കി ആരും മാത്രമേ ഉണ്ടാവും. സോ ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/4πε0 മുകളിൽ പി ഡിവൈഡ് ബൈ ആർ ക്യൂ. ഓക്കെ, ഇതാണ് ആ ഡൈപോളിൻ്റെ ഇക്വിറ്റോറിയൽ പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ. ഇതിന് വെക്ടേഴ്സായിട്ട് കാണിക്കണമെങ്കിൽ ഇത് വെക്ടറായിട്ട് കാണിക്കൽ എന്താ ചെയ്യുക, വെക്ടറായിട്ട് കാണിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഈ ഈക്വൽ ടു എന്ത് കിട്ടും, വെക്ടറായിട്ട് എഴുതുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ യൂണിറ്റ് വെക്ടർ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കണം. ഓക്കെ, അത് നിങ്ങൾ വരക്കുന്ന ഡയഗ്രാം പോലെ ഉണ്ടാവും. ഇവിടെ നമ്മളെ പ്രകാരം കിട്ടുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് എന്ന് പറഞ്ഞാൽ പ്ലസ് ക്യൂവിൽ നിന്ന് -q-ലേക്കാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയാണ്, -q എന്ന് +q-ലേക്കാണ്. പക്ഷെ ഇവിടെ ഡയറക്ഷൻ ഇതിൻ്റെ ഡയറക്ഷൻ കിട്ടുന്നത് +q എന്ന് -q-ലേക്കാണ്. എന്ന് പറഞ്ഞാൽ പിയുടെ ഡയറക്ഷന്, അതായത് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആണ് ആരുടെ ഡയറക്ഷൻ വരുന്നത്, ഈ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്ഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡയറക്ഷൻ കാണിക്കുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാലോ. ഡയറക്ഷൻ എന്തായിരിക്കും, ഡൈപോൾ മൊമെന്റിന്റെ കാണോ, അത് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എന്ത് കിട്ടും, പി ക്യാപിന് കിട്ടും. ഓക്കെ, അതാണ് നമ്മളിവിടെ കാണിച്ചുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എന്ത് കിട്ടുന്നത്, മൈനസ് സൈൻ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഓക്കെ, അതിൽ നിന്ന് കിട്ടുന്ന ഒരു അസംഷൻ ആണ് ഇത്. നമ്മൾ എന്താ പറയുക, ഒരു സ്പെഷ്യൽ കേസിന് ശേഷം കിട്ടുന്ന ഇക്വേഷനാണ് കൊടുത്തുള്ളത്. ക്ലിയർ? നിർബന്ധമായിട്ട് ഇത് പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ ഈ ഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഉള്ള വേറെ ക്വസ്റ്റ്യൻ കൂടെ,
ഈ നമ്മൾ പഠിച്ച ആക്സിയൽ പോയിന്റും അതേപോലെ തന്നെ ഇക്വറ്റോറിയൽ പോയിന്റ് തമ്മിലുള്ള റിലേഷനാണ്. നമ്മൾ നേരത്തെ ആദ്യം പഠിച്ച ഓർമ്മയുണ്ടാവും. നമ്മൾ അസംഷന് ശേഷം, അതായത് ആറിൻ്റെ വാല്യൂ എൻ്റെ വാല്യൂക്കാളും വളരെ കൂടുതലാണെന്നൊരു അസംഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് കിട്ടിയ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നില്ലേ ആക്സിയൽ പോയിന്റിലത് E=1/4πε02p/r³ എന്നാണ്. ഇപ്പോൾ കിട്ടിയ ഇക്വേഷനാണ് ആക്സിയൽ പോയിന്റ് ഇക്വേഷൻ. എന്താണ് ഇത്? നമുക്ക് ഇങ്ങനെ എഴുതാലോ. ഈ കിട്ടുന്ന ഇക്വേഷൻ ഇത് എവിടുത്തതാണ്? ആക്സിയൽ പോയിന്റിലെ ഇക്വേഷനാണ്. ഇത് എവിടുത്തെ ഇക്വേഷനാണ്? ഇക്വറ്റോറിയൽ പോയിന്റ് ഇക്വേഷനാണ്. ഓക്കെ, ആ നെഗറ്റീവ്സ് അതിന് പോട്ടെ, നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് ഇക്വേഷൻ, രണ്ട് ഇക്വേഷനുകൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? ഇടത് ഭാഗത്ത് ഈ ആക്സിൽ ഡിവൈഡ് ബൈ ഇക്വറ്റോറിയൽ കിട്ടും. വലത് ഭാഗത്ത് ഇതൊക്കെ ക്യാൻസലായി പോകും. പിന്നെ ആര് മാത്രമേ ബാക്കി ഉണ്ടാവും? 2 മാത്രമേ ബാക്കി ഉണ്ടാവും. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ ആക്സിൽ പോയിന്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ ഇക്വറ്റോറിയൽ പോയിന്റ് എന്ന് കിട്ടും. ഓക്കെ, ഇവിടുത്തെ വരെ കൃത്യമായി പഠിച്ചിട്ടുണ്ടാവണേ. പലപ്പോഴും എക്സാമിന് ചോദിച്ചുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ടോപ്പിക്കുകളാണിത്. ഓക്കെ, റൈറ്റ്.